ഹായ് ഓൾ, വെൽക്കം ടു HUV. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ SSCയുടെ വെൻഡർ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് വെൻഡർ മീൻസ് വേറെ ആരുമില്ല, എക്സാംസ് മോണിറ്റർ ചെയ്യുന്ന ആൾ. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ TCS എന്ന് പറയുന്ന കമ്പനിയാണ്. TCSനെ മാറ്റിയിട്ട് അവർ E&Y എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ നമ്മുടെ വെൻഡറായിട്ട് SSC സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബിലും കാര്യങ്ങളിലുമൊക്കെ ഈ പറഞ്ഞ വെൻഡർ ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പോൾ എക്സാംസിന് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ പറയുന്നത് നമ്മുടെ ഒരു SSCയുടെ ടൈം ലൈൻ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2016 മുതലാണ് SSC ഓൺലൈനായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. SSC ഓൺലൈനായിട്ട് എക്സാം ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് 2016-17 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഈ 2015 വരെ നമ്മൾ ഇപ്പോഴത്തെ PSC എക്സാംസ് നടക്കും പോലെ ഓഫ്ലൈനായിട്ടായിരുന്നു. അതായത് നമ്മളൊരു സെൻറ്ററിൽ ചെല്ലുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, നമ്മൾ ടിക്കറ്റ് കൊടുത്ത് അങ്ങനത്തെ എക്സാം ആയിരുന്നു ഈ പറഞ്ഞ SSC കണ്ടക്ട് ചെയ്തത് 2015 വരെ. 2016 തൊട്ടാണ് SSC എന്ത് ചെയ്തത്, ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൺലൈനായിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞതുപോലെ എക്സാം മോണിറ്റർ ചെയ്യാൻ ആൾക്കാർ വേണം. അപ്പോൾ SSCയുടെ സ്റ്റാഫുകൾ അതിന് തികയാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, പ്രൈവറ്റ് ഏജൻസികൾക്ക് ഈ പറഞ്ഞ എക്സാം മോണിറ്ററിങ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതും വിശ്വാസ്യതയുള്ള ആൾക്കാർക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ 2017 നോക്കിക്കഴിഞ്ഞാൽ സൈഫൈ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ഈ പറഞ്ഞ SSC അന്നത്തെ SSCയുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മോണിറ്റർ ചെയ്യാൻ വേണ്ടി വെൻഡർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2018 തൊട്ടാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള TCS എന്ന് പറഞ്ഞ കമ്പനി ഈ 2018 തൊട്ടാണ് ഈ പറഞ്ഞ SSC എക്സാംസ് കണ്ടക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ TCS വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ SSCയുടെ എക്സാംസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അരിത്തമെറ്റിക് സെഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അഡ്വാൻസ് സെഷൻസും ഉണ്ട്. ഇപ്പോൾ 2012 തൊട്ടാണ് ഈ പറഞ്ഞ അഡ്വാൻസ് മാത്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന ജോമെട്രി, ട്രിഗ്നോമെട്രി അങ്ങനത്തെ പോർഷൻസ് ഒക്കെ ഈ പറഞ്ഞ 2012 തൊട്ടാണ് വന്ന് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം. 2017 വരെ ഞാനൊരു സ്റ്റോറി പറയാം. 2018 TCS വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇപ്പോൾ വെൻഡർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ SSC എക്സാംസ് ചേഞ്ച് ആവുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. 2017 വരെ അല്ലെങ്കിൽ 2016-17 കാലഘട്ടങ്ങളിൽ വരെ ഈ പറഞ്ഞ SSCയുടെ മാത്സിൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ മിക്ക ക്വസ്റ്റ്യൻസും കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മിക്ക ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ TCSലേക്ക് വരുമ്പോൾ അവർ 2018 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത എക്സാംസിന് അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് കുറച്ചുകൂടെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള എക്സാം പാറ്റേണിനാണ് അവർ ഈ പറഞ്ഞ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോൺസെപ്ഷ്യലായിട്ട് നമുക്ക് മാത്സിനെ കാണാം, അതുപോലെ തന്നെ കാൽക്കുലേറ്റീവ് ആയിട്ട് കാണാം. കാൽക്കുലേഷന് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് ആയിരുന്നു ഈ പറഞ്ഞ TCS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഈ TCS വന്നതിന് ശേഷം പല പല ടോപ്പിക്കുകളിൽ കണ്ടുപിടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് പറയാം. ഇംഗ്ലീഷിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 രീതിയിൽ നമ്മുടെ ഇംഗ്ലീഷിന് ടോപ്പിക്കുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രാമർ പോർഷൻസും ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ വൊക്കാബിൻ്റെ സെഷൻസും ഉണ്ട്. ഇപ്പോൾ TCS വരുന്നതിന് മുമ്പേ വരെ നമ്മുടെ ഗ്രാമർ പോർഷൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള, ഡിഫിക്കൽട്ടായിട്ടുള്ള, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ TCSലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഗ്രാമർ പോർഷൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈസി ലെവലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പറഞ്ഞ TCSൻ്റെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷൻസ് വന്നത്. പക്ഷേ വൊക്കാബിലേക്ക് വരുമ്പോൾ TCS എന്താ ചെയ്യുക, കുറച്ചുകൂടെ ഒക്കെ സ്റ്റാൻഡേർഡ് ടഫ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വൊക്കാബിൻ്റെ സെഷനിൽ. പക്ഷേ മിക്കതും PYQs നമ്മൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പാർട്ട് നമുക്ക് വൊക്കാബിൽ ചോദിക്കുന്ന ഒരു പാർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും കിട്ടും. പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ നമ്മൾ PYQ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, TCSൻ്റെ എക്സാംസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ റീസണിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2012 തൊട്ട് നമുക്ക് നോക്കാം. 12 തൊട്ട് ഒരു 2016 വരെയുള്ള ഘട്ടങ്ങളിൽ
ഈസി റീസണിങ് ആയിരുന്നു. നിങ്ങളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് റീസണിങ്ങിൽ കാണാൻ പറ്റുക. പക്ഷേ ഈ TCS പറഞ്ഞു 2018 TCS സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് കുറച്ചുകൂടെയൊക്കെ റീസണിങ് അവർ സ്റ്റാൻഡേർഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ മാത്സ്, GK അതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ റീസണിങ് എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞ പഴയ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അവരെ എന്ത് ചെയ്ത് ഈ പറഞ്ഞ TCS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ GK സെഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ GK ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഈ സബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് GK ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒരു ഓഫ് കോഴ്സ് നല്ലൊരു പാർട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ പോർഷനിൽ ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് TCS. അതുപോലെ തന്നെ മിക്കതും PYQ തന്നെയാണ് അവർ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഈ പറഞ്ഞ സ്റ്റാറ്റിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സിനാണ് ഈ പറഞ്ഞ TCS കൂടുതലും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 25 മാർക്കിലെ ക്വസ്റ്റ്യനിൽ ഏകദേശം പകുതിയോളം മാർക്കുകളിൽ ഈ പറഞ്ഞ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു വെണ്ടർ ഇപ്പോൾ 2017 സൈഫൈ എന്ന് പറഞ്ഞ വെണ്ടർ വന്നതിന് ശേഷം, അല്ലെങ്കിൽ 2018 TCS എന്ന് പറയുന്ന കമ്പനി ഈ പറഞ്ഞ SSCയുടെ എക്സാംസ് മോണിറ്റർ ചെയ്തതിന് തുടങ്ങിയതിന് ശേഷമുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചാൽ ഷുവർലി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കോൺസെപ്ച്വൽ വൈസ് ക്വസ്റ്റ്യൻസ് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കാൽക്കുലേറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ വെണ്ടർ ഒരു ഫാക്ടറാണോ ചോദിച്ചാൽ ഫാക്ടറാണ്. പക്ഷേ ഈ പറഞ്ഞ 2024 CGL അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞ SSCക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഈ പറഞ്ഞ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോഴേക്ക്. ഇവിടെ നിന്ന് അതായത് ഈ പറഞ്ഞ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളും കുട്ടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്കൊരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ആ ചേഞ്ച് നമുക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനകത്ത് നമുക്ക് എജുബിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി തൊട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാൽക്കുലേറ്റീവ് മാത്രം ശ്രദ്ധിക്കാതെ കുറച്ചുകൂടെ കോൺസെപ്ച്വൽ വൈസ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾ കാൽക്കുലേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് ഇപ്രാവശ്യം കൊടുത്തു തുടങ്ങണം. അതുപോലെ തന്നെ റീസണിങ്ങും ഇനി കുറച്ചുകൂടെ ടഫാക്കാൻ പറ്റുന്ന ഏരിയ ഈ പറഞ്ഞ റീസണിങ് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റീസണിങ്ങിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റീസണിങ്ങിൻ്റെ ഗ്രാഫിൻ്റെ ടഫ്നെസ്സിൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടേ ഉള്ളൂ. സോ മേ ബി പുതിയൊരു വെണ്ടർ പറഞ്ഞ സമയത്ത് കുറച്ചുകൂടെ ടഫാക്കാൻ റീസണിങ്ങിൽ പ്രോബിലിറ്റി ഉണ്ട്. കാരണം ഒരു പഴയൊരു വെണ്ടർ മാറി പുതിയൊരാൾ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ പറ്റുന്നൊരു ഏരിയ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റീസണിങ് പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ GK യിലേക്ക് വരുമ്പോൾ സമയത്ത് ഈ പറഞ്ഞ സാധാ ടോപ്പിക്കുകൾ, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, അതിനൊക്കെ പണ്ട് വെയിറ്റേജ് കുറവായിരുന്നു. മേ ബി ഇനി വെയിറ്റേജ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഇപ്പോൾ സ്റ്റാറ്റിക് GK കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പകുതി മാർക്കോളം കിട്ടിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ ഇനി ബാക്കിയുള്ള ടോപ്പിക്കുകളൂടെ കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗ്രാമർ പോർഷൻസ് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൊക്കാബിൻ്റെ പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് PYQ പ്ലസ് ന്യൂസ് പേപ്പർ റീഡിങ്ങും നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുക. ഓക്കെ അല്ലേ? പിന്നെ ഈ പറഞ്ഞ റീസണിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാം, കുറച്ചുകൂടെ ടഫാകും. ബാങ്കിൻ്റെയൊക്കെ എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കുറച്ച് നല്ല ടഫാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം റീസണിങ് ടഫാക്കാൻ പറ്റും ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് എന്നുള്ളത് ഒരു ബെസ്റ്റ് എക്സാമാണ് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത്. സോ റീസണിങ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി തൊട്ടുള്ള എക്സാംസിന്. അപ്പോൾ വലിയ മാറ്റങ്ങൾ വരുത്താമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ എന്തായാലും വെണ്ടർ മാറുമ്പോൾ എക്സാമിന് കുറച്ചുകൂടെയൊക്കെ നമ്മൾ പ്രയോറിറ്റീസ് ചിലപ്പോൾ മാറാനുള്ള ചാൻസസ് ഉണ്ട്.
പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ SSC CGL 2025 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു 2012 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞത് എല്ലാ എക്സാമിൻ്റെ അല്ല, SSC CGLൻ്റെ മാത്രം ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെടുത്ത് പഠിക്കാൻ നോക്കുക. അതായത് 2012 മുതൽ 2024 വരെയുള്ള CGLൻ്റെ മാത്രം, വർഷത്തിലൊരു എക്സാം അല്ലേ ഉള്ളൂ, ആ ഒരു 10-12 പേപ്പർ നിങ്ങളൊന്ന് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി SSCയുടെ എക്സാം പഴയതുപോലെ കോൺസെപ്ച്വൽ ആവണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ നമുക്കൊരു ഐഡിയ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെന്ത് ചെയ്യും, കൃത്യമായിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ അതായത് ഫുൾ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഈ മാസം ഏപ്രിൽ 16 നമുക്കൊരു SSC CGLന് വേണ്ടിയിട്ടുള്ളൊരു തീവ്രം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വിശ്രമമില്ല, പഠനം മാത്രം. ഇനി വിശ്രമിക്കാൻ സമയമില്ല, കാരണം ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനിയിപ്പോൾ വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ ഒരു 2-3 മാസത്തിനകത്ത് തന്നെ എക്സാംസും ഉണ്ടാവും. ഇപ്പോൾ നല്ല ടൈമാണ്, നിങ്ങൾക്കൊന്ന് പഠിച്ച് കയറാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടൈം. കാരണം CGL കഴിഞ്ഞാൽ അടുത്ത CHSL MDS സെലക്ഷൻ പോസ്റ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ പിറകെ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കാർ ജോലിയിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാച്ച് 16 സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻക്ലൂഡിങ് നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബാച്ചിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കൊന്ന് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. താങ്ക് യു.